ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തുളസിത്തറ വീട്ടിൽ വെക്കുന്നതിനെക്കുറിച്ചാണ്. ഞാൻ ആക്ച്വലി ഒരു റെഡിമെയ്ഡ് തുളസിത്തറ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ മറ്റേ ഈ ഫ്രണ്ടിൽ സ്റ്റോൺ പേയ്മെൻറ്റ്, അതായത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇടുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതാണ്. മേടിച്ച് കുറച്ച് നാൾ അങ്ങനെ ഇരുന്ന് പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ച് വാസ്തുപ്രകാരം ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാനത് കൺസൾട്ട് ചെയ്ത് എനിക്കതിൻ്റെ കറക്റ്റ് സ്ഥാനവും അതിൻ്റെ ഹൈറ്റും ലെങ്ത്തും ഒക്കെ കുറിച്ച് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒന്ന് ക്ലിയർ ചെയ്ത് ഞാൻ ചെറിയ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ല് ഒന്ന് ഇളക്കി മാറ്റി അത്ര ഏരിയ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ ദീപം വെക്കാൻ, അതായത് ചിരാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ്, ഇത് റെഡിമെയ്ഡ് മേടിച്ചതായതുകൊണ്ട് തന്നെ അതിൽ വരുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പം നമ്മുടെ കല്ല് എക്സ്ട്രാ ഇരുന്നുകൊണ്ട് ആ കല്ലിൽ നിന്ന് ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് അതിൽ സ്മൂത്തൻ ചെയ്ത് ലെവൽ ചെയ്തിട്ട് ഇനിയും നമ്മൾ ഇതിലേക്ക് ഇത് ഒട്ടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ഈ സ്റ്റോൺ ഒട്ടിക്കുന്ന ഗം നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് ഈ ക്ലാമ്പ് വെച്ചിട്ട് അത് നല്ല ടൈറ്റാക്കി കുറച്ച് നേരത്തേക്ക് വെക്കും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ ലെവൽ ചെയ്ത സ്ഥലത്തേക്ക് ഇനി നമുക്ക് മെറ്റലും സിമെൻറ്റും ഇട്ട് തറ കെട്ടണം. അതാണ് അടുത്ത പ്രോസസ്സ്. അപ്പം അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. മണ്ണ് നിരപ്പാക്കി തറ കെട്ടുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പം നമ്മുടെ തറ റെഡിയായിട്ടുണ്ട്. പറഞ്ഞ സ്ഥാനത്ത് അതേ വാസ്തുപ്രകാരമുള്ള അളവിൽ നമ്മൾ തറ കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് ഈ റെഡിമെയ്ഡ് തുളസിത്തറ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. വെച്ച് കഴിഞ്ഞു. ഇനി അത് സെറ്റാവാൻ ഇച്ചിരി ടൈം എടുക്കും. വെച്ചതിന് ശേഷം നമ്മൾ വാട്ടർ ലെവൽ നോക്കുകയാണ്. അതായത് ഇത് കറക്റ്റ് നിരപ്പിലാണോ ഇരിക്കുന്നത്, ചരിവും ഇതൊന്നും ഇല്ലാത്ത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ തുളസിത്തറ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനോട് അടുത്ത് തന്നെ അടുപ്പിച്ച് തന്നെ രണ്ട് നടപ്പാതര മാതിരി, രണ്ട് സ്റ്റെപ്പല്ല, നമുക്ക് അവിടെയൊക്കെ ചെല്ലാൻ വേണ്ടി. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് പുല്ല് പിടിപ്പിച്ചുകൊണ്ട് രണ്ട് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതേ അലൈൻമെൻറ്റിൽ. അടുത്തൊരു ഉദ്യമം എന്ന് പറയുന്നത് ഇതിൽ നടാൻ പറ്റിയൊരു തുളസി തൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മൾ തുളസിത്തറയിൽ ശരിക്കും ഈ വെള്ള തുളസിയിലെ, അതായത് എനിക്ക് തോന്നുന്നു രാമതുളസി, പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും കറക്റ്റ് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ രാമതുളസി, അതായത് വെള്ള കളർ തുളസിയാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ അത് തപ്പി കുറേ നടന്നു, കിട്ടിയില്ല. അവസാനം ഒരു സ്ഥലത്തു നിന്ന് എനിക്ക് അതിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്ത തുളസിത്തറയിലേക്ക് ഇത് നടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗിൽ വരുന്ന ഈ തൈകൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഊരി കഴിഞ്ഞിട്ട് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതങ്ങനെ ഭയങ്കര ഉറച്ചായിരിക്കുമല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ തുളസി തറയിലേക്ക് വെച്ച് നടുക. ഓക്കെ, ചെറിയൊരു കുഴി ഒഴിച്ച് നട്ട് കഴിഞ്ഞു. ഓക്കെ, ചെറിയൊരു കുഴിയിൽ ഇച്ചിരി ചകിരിച്ചോറ് നിറച്ചിട്ടാണ് നമ്മൾ അത് ഇറക്കി വെക്കുന്നത്. പിന്നെ ചുറ്റും നമ്മൾ മണ്ണിട്ട് ലെവൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ തുളസിത്തറ സെറ്റായിട്ടുണ്ട്. क्षीरसमुद्भव मङ्गलरूपिणी मन्त्रनिवासिनी मन्त्रनुते मङ्गलदायिनी अम्बुजवासिनी देवगणाश्रित पादयुते जय जय